students, welcome back to today's video. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിലെ ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് റേറ്റ്, ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. എങ്ങനെയൊക്കെ? ഒന്നില്ലെങ്കിൽ അവറേജ് റേറ്റ് കാണാം, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കാണാം. ഇനി എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുക? നമ്മൾ ഗ്രാഫിക്കലാണ് അല്ലേ കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് ഗ്രാഫിലെടുത്തു, എന്നിട്ട് അവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ആ ടാൻജൻറ്റിൻ്റെ തേർഡ് സൈഡായിട്ട് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ആ ട്രയാങ്കിളിൻ്റെ സ്ലോപ്പാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം നമുക്ക് കിട്ടി സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിനോട് ഈക്വൽ ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് -dr/dt ആണ്. സോ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചാണ്. ബട്ട് ഓരോ പോയിന്റിലും ഇങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ എക്സ്പെരിമെൻ്റൽ ഡാറ്റയിൽ നിന്ന് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ പറ്റിയാണ്. നിങ്ങൾക്ക് സീറോ ഓർഡർ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഫസ്റ്റ് ഓർഡർ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും മാത്രമേ ഇപ്പോൾ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഹയർ ക്ലാസ്സിൽ പഠിക്കും. ആദ്യം നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസ് നോക്കാം. നിങ്ങളൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യൂ. റിയാക്ടന്റ് 6 പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ഇത് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ റേറ്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് r⁻0. സീറോ ഇടാനുള്ള കാരണം ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റേറ്റ് ഈസ് ഈക്വൽ ടു -dr/dt അല്ലേ? റിയാക്ടന്റിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് റേറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആവുമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? -dr/dt is equal to k into r⁻0, concentration of r⁻0. ഏത് കൂടെ? നിങ്ങൾക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് r⁻0 എന്ന് പറയുന്നത് എന്താണ്? a⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് r⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. നമുക്ക് ഇവിടെ എഴുതണോ? വേണ്ട. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. dr is equal to ഈ ഡിനോമിനേറ്ററായി കിടക്കുന്ന dt യെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഈ നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് സൈൻ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. അല്ലെങ്കിൽ രണ്ട് സൈഡിലും -1 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറി? dr is equal to -kdt എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? we are integrating this equation on both sides. രണ്ട് സൈഡിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഇന്റഗ്രേറ്റ് ചെയ്യൂ നിങ്ങൾ. ഇന്റഗ്രേറ്റ് ചെയ്യാണ്. dr-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? r ആയിട്ട് മാറും. r is equal to concentration of r is equal to -k into നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആരേ പറ്റുള്ളൂ? dt ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. dt ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? t ആയിട്ട് മാറും. പ്ലസ് ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സിയും കൂടി ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തായിട്ട് മാറി? ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് r is equal to -kt plus c. ഇതുവരെ ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷൻ നിങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. ആ കണ്ടീഷൻ നോക്കൂ. ടൈം t 0 ആകുന്ന സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിട്ട് മാറും? r0 ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പൊ ടൈം t is equal to 0 ആകുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ r0 ആയിട്ട് മാറും. ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ എന്തായിട്ട് മാറും? r എന്നുള്ളത് r0 ആയിട്ട് മാറും. -k into t എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. പ്ലസ് c
മൈനസ് കെ ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ആണ്. അപ്പൊ നമുക്കതിനെ കളയാം. അപ്പൊ സി ഇസ് ഈക്വൽ ടു R0 എന്ന് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? ഇനി ഈ സിയുടെ വാല്യൂ നിങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എന്താ കിട്ടുക? R ഇസ് ഈക്വൽ ടു മൈനസ് KT പ്ലസ് R0. ശരിയാണല്ലോ ഇതുവരെ? ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. നമ്മൾ ഈ മൈനസ് KTനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്തായിട്ട് മാറും? KT ഈസ് ഈക്വൽ ടു R0 മൈനസ് R എന്ന് കിട്ടും. ആണല്ലോ? KT ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് കോൺസ്റ്റന്റ് K അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? K ഈസ് ഈക്വൽ ടു 1/T ഇൻറ്റു concentration of R0 minus concentration of R. ആണല്ലോ? സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതി? റേറ്റ് കോൺസ്റ്റന്റ് K is equal to R0 minus R divided by T. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്കൊന്നും കൂടി ഇനി ചെയ്തതൊന്ന് റീകളക്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് കാണുന്നത്. നമ്മളൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്തു. റിയാക്ടന്റ് R പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ്. നമ്മൾ അതിന്റെ റേറ്റ് എഴുതി. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R⁻²0. സീറോ ആവാനുള്ള കാരണം ഇത് സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി അതുപോലെ നമുക്കറിയാം റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് dR/dt. ഇതിന്റെ LHS ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് RHS ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? അപ്പൊ നമ്മൾ എഴുതി മൈനസ് dR/dt is equal to K. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? ഈ dt ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ -1 ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഇവിടെ ഒരു മൈനസ് വരും. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറി? dR is equal to minus K dt എന്ന് കിട്ടി. ഇനി ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈ ഒരു ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? ഈ dRനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് R ആയിട്ട് മാറും. dt ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് T ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? കോൺസെൻട്രേഷൻ ഓഫ് R is equal to minus KT plus C. ഇതിൽ C എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. ടൈം 0 ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് R എന്തായിട്ട് മാറും? കോൺസെൻട്രേഷൻ ഓഫ് R 0 ആയിട്ട് മാറും. സോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ടൈം 0 കൊടുത്തു. R എന്ന് പറയുന്നത് R0 ആയിട്ട് മാറി. അപ്പോൾ ടൈം 0 ആവുന്ന സമയത്ത് ഈ വാല്യൂ മൊത്തം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ നമുക്ക് കിട്ടും C equal to R0 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? C equal to R0 എന്ന് നമ്മൾ ഇവിടെ കൊടുക്കും. ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് R is equal to minus KT plus സിക്ക് പകരം എന്തായിട്ട് മാറും? R0 ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു മൈനസ് KTനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ KT ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് R ആയിട്ട് മാറും. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ Tനെ നമ്മൾ താഴെ കൊണ്ടുവരികയാണ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് K is equal to concentration of R0 minus concentration of R divided by T. This is the integrated rate equation for zero order reaction. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സീറോ ഓർഡർ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. This is an equation for a straight line. അല്ലേ? y equal to mx plus c യുടെ ഫോമിലല്ലേ കിടക്കുന്നത്. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? -k ആണ്. ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? R0 ആണ്. അത് തന്നെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. when you are plotting concentration versus time, 0 ടൈമിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയുന്നത് R0 ആണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ടീഷൻ ടൈം 0 ആകുമ്പോൾ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ R0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ വരച്ചു കോൺസെൻട്രേഷൻ അഗെയിൻസ്റ്റ് ടൈം. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ടൈം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാൻ സാധിക്കും. K is equal to മൈനസ് സ്ലോപ്പ് ആണ്. ക്ലിയർ ആണല്ലോ? സീറോ ഓർഡർ
റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ എഴുതി റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റൈസ് ടു 0. ആർ റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. അതായത് 0 ഓർഡർ റിയാക്ഷന്റെ കേസിൽ റേറ്റ് എന്ന് പറയുന്നത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. മനസ്സിലായോ? കാരണം ആർ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ ഒരു 0 ഓർഡർ റിയാക്ഷന്റെ കേസിൽ റേറ്റ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ക്ലിയർ ആണല്ലോ പോയിന്റ്? ഇനി ഞാനിവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. ഹേബേഴ്സ് പ്രോസസ് ഒക്കെയാണ് അല്ലേ? ഇതൊക്കെ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണ്. ഈ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് എല്ലാം 0 ഓർഡർ റിയാക്ഷൻസ് ആണ്. അതായത് ഈ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിൽ ഒരു എൻസൈം അല്ലെങ്കിൽ ഒരു മെറ്റൽ സർഫസ് ഉണ്ടാവുമല്ലോ, ആ മെറ്റൽ സർഫസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. റിയാക്ഷൻ മെറ്റൽ സർഫസിൽ നടക്കുന്നത് കൊണ്ട് നിങ്ങൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര കൂട്ടിയാലും ആ പർട്ടിക്കുലർ മെറ്റൽ സർഫസിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. അതിനർത്ഥം എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ഒന്നും ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ക്ലിയർ? ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാന്ന് നോക്കാം. ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ റിയാക്ടന്റ് ആർ പ്രൊഡക്റ്റ് ആയിട്ട് മാറുക. ഇത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു ആർ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ റൈസ് ടു 1. കാരണം ഇതെന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ നമുക്ക് ഈ R/1 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എഴുതാം റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് dr/dt എന്ന് എഴുതിക്കൂടെ? ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് റേറ്റ് ആണ്. അപ്പൊ നമ്മൾ RHS ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. മൈനസ് dr/dt is equal to rate constant k into concentration of R. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ രണ്ട് ലൈക്ക് ടേംസിനെയും കോൺസെൻട്രേഷൻ ഓഫ് ആർ ഉള്ള ലൈക്ക് ടേംസ് ഉണ്ടല്ലോ, ഈ ലൈക്ക് ടേംസിനെ നമ്മൾ ഒപ്പെഴുതാണ്. അപ്പൊ എന്താവും? മൈനസ് dr/ concentration of R is equal to k into dt. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൈനസും മൈനസും കൂടി പോസിറ്റീവ് ആയിട്ട് മാറും, ഇവിടെ ഒരു മൈനസ് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ആർ ഇന്റഗ്രേറ്റിംഗ് ദിസ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഇനി നമ്മൾ ഇതിനെ രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്തു. dr/r ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ln r എന്ന് കിട്ടും. ln r എന്ന് കിട്ടും. ഇനി ഈ ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? മൈനസ് കെ ഇൻറ്റു ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി എന്ന് കിട്ടും. പ്ലസ് ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിന് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യൂ. ടൈം 0 ആവുന്ന സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R0 ആയിട്ട് മാറും. സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തേ എന്തായിട്ട് മാറും? R0 ആയിട്ട് മാറും. ln R0 ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0, കാരണം ടൈം 0 ആയിട്ട് മാറി, പ്ലസ് സി. കെ ഇൻറ്റു 0 എന്താണ്? 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടും സി ഇസ് ഈക്വൽ ടു ln R0. ഇനി ഇത് നിങ്ങൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ എന്തായിട്ട് മാറും? ln R is equal to minus KT plus C ക്ക് പകരം എന്ത് കൊടുക്കണം? ln R0. ln R0. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ KT എങ്ങോട്ട് കൊണ്ടുവരും? KT is equal to ln R0 minus ln R എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ln A minus ln B എന്ന് പറയുന്നത് ln A/B ആണ്. അപ്പൊ നമുക്ക് ln R0 minus ln R നെ എങ്ങനെ മാറ്റി എഴുതാം? ln R0/R എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഈ നാച്ചുറൽ ലോഗരിതത്തെ കോമൺ ലോഗരിതം ആക്കിയിട്ട് മാറ്റുകയാണ്. KT is equal to 2.303 log R0/R. ക്ലിയർ ആണല്ലോ? നാച്ചുറൽ ലോഗരിതത്തെ കോമൺ ലോഗരിതം ആക്കി മാറ്റി. ഇനി k is equal to 2.303/t
log R0 by R. Clear? So, ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും k rate constant k equal to 2.303 by t log R0 by R. This is the integrated rate equation for first order reaction. First order reaction ന്റെ integrated rate equation ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒന്നും കൂടി പറയാം, reactant R P ആയിട്ട് മാറുകയാണ്. റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? K into concentration of reactant raised to 1. കാരണം ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. നിങ്ങൾക്ക് ആ 1 ന്റെ വാല്യൂ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. വേറൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി. ഈ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്തു. മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ലൈക്ക് ടേംസിനൊപ്പം എഴുതി ഡി ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെയുള്ള മൈനസും മൈനസും പോസിറ്റീവ് ആയിട്ട് മാറി ഇവിടെ ഒരു മൈനസ് വരും ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ആർ ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി ആർ ബൈ ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എൽ എൻ ആർ ആണ്. മൈനസ് കെ ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് കെ ടി പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. ഇത് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ കാണുകയാണ്. അതിൽ നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ടൈം 0 ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ആർ സീറോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആറിന്റെ സ്ഥാനത്ത് ആർ സീറോ എന്ന് കൊടുക്കണം, ടിയുടെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും സി ഈക്വൽ ടു എൽ എൻ ആർ സീറോ. ക്ലിയർ? ഈ സി ഈക്വൽ ടു എൽ എൻ ആർ സീറോ എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിക്ക് പകരം ഈ വാല്യൂ കൊടുത്തു. സോ ഇക്വേഷൻ എന്തായിട്ട് മാറി? എൽ എൻ ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് എൽ എൻ ആർ സീറോ ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ കെ ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താ ഇക്വേഷൻ? കെ ടി ഇസ് ഈക്വൽ ടു എൽ എൻ ആർ സീറോ മൈനസ് എൽ എൻ ആർ. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് എൽ എൻ എ മൈനസ് എൽ എൻ ബി എന്ന് പറയുന്നത് എൽ എൻ എ ബൈ ബി ആണ്. അപ്പൊ നിങ്ങൾ ഇതിനെ മാറ്റിയിട്ട് എൽ എൻ ആർ സീറോ ബൈ ആർ എന്ന് എഴുതി. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഈ നാച്ചുറൽ ലോഗരിതത്തെ നമ്മൾ കോമൺ ലോഗരിതം ആക്കി മാറ്റി. അപ്പോൾ കെ ടി ഈസ് ഈക്വൽ ടു 2.303 log R0 by R എന്നായിട്ട് മാറി. സോ നമ്മൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് റേറ്റ് കോൺസ്റ്റന്റ് K is equal to 2.303 by T log R0 by R. This is the integrated rate equation for first order reaction. Hope it is clear for you, right? First order reaction the integrated rate equation ആണ് K is equal to 2.303 by T log R0 by R എന്നുള്ളത്. ഫസ്റ്റ് ഓർഡർ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ ഗ്രാഫ് നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. നിങ്ങൾ എൽ എൻ ആർ ടൈമിനെതിരെയാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുക. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഗ്രാഫ് എങ്കിൽ നിങ്ങളുടെ റേറ്റ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സ്ലോപ്പ് ആണ്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾ ലോഗ് ആർ സീറോ ബൈ ആർ ആണ് ടൈമിനെതിരെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുക സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് തന്നെയാണ്. പക്ഷേ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു കെ ബൈ 2.303. ഈ കേസിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കെ ആണ്. ഈ കേസിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് കെ ബൈ 2.303 ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻസും അതുപോലെ നാച്ചുറലോ ആർട്ടിഫിഷ്യലോ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്ന റിയാക്ഷൻസും എന്തിന് എക്സാമ്പിൾ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ക്ലിയർ? നമ്മൾ ഇത്ര നേരം ഡെറിവേഷൻ ചെയ്തത് റിയാക്ടൻസിന്റെ മോളാർ കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്തിട്ടാണ്. ഇനി നിങ്ങൾ എടുക്കുന്ന റിയാക്ടൻസ് ഗ്യാഷ്യസ് ഫേസിലാണെങ്കിൽ നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ മോളാർ കോൺസെൻട്രേഷന് പകരം എന്ത് യൂസ് ചെയ്യണം? പാർഷ്യൽ പ്രഷർ യൂസ് ചെയ്യണം. അപ്പൊ ഗ്യാഷ്യസ് റിയാക്ടൻസിന്റെ കേസിൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വരുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തേ. എ ഗ്യാഷ്യസ് റിയാക്ഷൻ നടന്നിട്ട് ബി ഗ്യാഷ്യസും സി ഗ്യാഷ്യസുമായിട്ട് മാറി. ഇവിടെ എല്ലാവരും ഗ്യാഷ്യസ് ഫേസിലാണ്. ഇവിടെ നമുക്ക് ഒരിക്കലും ഇതിന്റെ കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക പാർഷ്യൽ പ്രഷർ ആണ്. അങ്ങനെയെങ്കിൽ എയുടെ ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ ആണ് പി ഐ. അതായത് ടൈം 0 ആവുന്ന സമയത്ത് റിയാക്ഷൻ ഒന്നും
നടക്കാത്ത സമയത്ത് എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് Pi ആണ്, ബിയുടെ പാർഷ്യൽ പ്രഷർ 0 ആണ്, സിയുടെ പാർഷ്യൽ പ്രഷർ 0 ആണ്. ടൈം 0 ആവുന്ന സമയത്ത് എയുടെ ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് Pi ആണ്, ബിയുടെയും സിയുടെയും ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി റിയാക്ഷൻ നടക്കാൻ തുടങ്ങി. ടൈം T1 ആകുന്ന സമയത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് എയുടെ പാർഷ്യൽ പ്രഷർ XATM ഡിക്രീസ് ചെയ്തു, X അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസ് ചെയ്തു. അപ്പൊ പുതിയ പ്രഷർ എന്താണ്? എയുടെ Pi മൈനസ് X ആണ്. ബിയുടെ പ്രഷർ എന്തായിരിക്കും? X ആയിരിക്കും. സിയുടെ പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും? X ആയിരിക്കും. ഇനി നിങ്ങൾക്കറിയാം ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് PA പാർഷ്യൽ പ്രഷർ ഓഫ് A പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് B പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് സി ആണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പാർഷ്യൽ പ്രഷർ പറഞ്ഞേ. എയുടെ പാർഷ്യൽ പ്രഷർ എന്താണ്? Pi മൈനസ് X ആണ്. ബിയുടെ പാർഷ്യൽ പ്രഷർ എന്താണ്? X ആണ്. സിയുടെ പാർഷ്യൽ പ്രഷർ എന്താണ്? X ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടി P ടോട്ടൽ ഈസ് ഈക്വൽ ടു Pi മൈനസ് X പ്ലസ് X പ്ലസ് X. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ എന്തായിട്ട് മാറും? Pi പ്ലസ് X. അപ്പൊ നിങ്ങൾക്ക് കിട്ടും P ടോട്ടൽ ഈസ് ഈക്വൽ ടു Pi പ്ലസ് X എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇതുവരെ ക്ലിയർ ആണല്ലോ? P ടോട്ടൽ കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. X ഈസ് ഈക്വൽ ടു P ടോട്ടൽ മൈനസ് Pi. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? X കണ്ടുപിടിച്ചാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് A കണ്ടുപിടിക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് A എന്താണ്? PA എന്ന് പറഞ്ഞാൽ എന്താണ്? Pi മൈനസ് X ആണ് അല്ലേ? ടൈം T1 എയുടെ പാർഷ്യൽ പ്രഷർ എന്താണ്? Pi മൈനസ് X ആണ്. ഇവിടെ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. Pi മൈനസ് P ടോട്ടൽ പ്ലസ് Pi ആണല്ലോ. ഈ മൈനസ് ചാർജ് ഉള്ളിൽ കൊടുക്കുമ്പോൾ P ടോട്ടലിന് മൈനസ് ചാർജ് വരും, Piക്ക് പോസിറ്റീവ് ചാർജ് വരും. സോ PA ഈസ് ഈക്വൽ ടു Pi മൈനസ് P ടോട്ടൽ പ്ലസ് Pi. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2Pi മൈനസ് P ടോട്ടൽ എന്ന് എഴുതിക്കൂടെ? അപ്പൊ PA ഈസ് ഈക്വൽ ടു 2Pi മൈനസ് P ടോട്ടൽ എന്ന് എഴുതിക്കൂടെ? എയുടെ പാർഷ്യൽ പ്രഷർ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ നിങ്ങളുടെ ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ മോളാർ കോൺസെൻട്രേഷന്റെ ടേംസിലാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ്? K ഈസ് ഈക്വൽ ടു 2.303/T log R0/R. ഈ R0 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. R എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ എനിക്ക് ഇതിനെ മാറ്റി എഴുതിക്കൂടെ? ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് എഴുതിക്കൂടെ? അപ്പൊ K എന്ന് പറയുന്നത് 2.303/T log ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ. ഇനി നമുക്കിത് പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ എഴുതാം. ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകരം നമ്മൾ എന്തെടുക്കണം? ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഫൈനൽ പാർഷ്യൽ പ്രഷർ. ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഫൈനൽ പാർഷ്യൽ പ്രഷർ. ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് Pi ആണ്. ഫൈനൽ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് PA ആണ്. അതായത് Pi മൈനസ് X. Pi മൈനസ് എക്സിന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? 2Pi മൈനസ് P ടോട്ടൽ. ആ വാല്യൂയോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. K is equal to 2.303/T log Pi divided by 2Pi minus P total. This is the integrated rate equation for first order reaction in case of gaseous molecule. Clear ആണല്ലോ? എന്താ നമ്മൾ ചെയ്തത്? ആ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തു. A gaseous, B gaseous, C gaseous ആയിട്ട് മാറുകയാണ്. ടൈം 0 ആവുന്ന സമയത്ത് ഇനീഷ്യലി അതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് Pi ആണ്. ബിയുടെയും സിയുടെയും പാർഷ്യൽ പ്രഷർ 0 ആണ്. ടൈം പ്രോഗ്രസ് ചെയ്തപ്പോൾ ടൈം T1 ആയപ്പോൾ എയുടെ പാർഷ്യൽ പ്രഷർ Pi മൈനസ് X ആയിട്ട് മാറി.
ബിയുടെ പ്രഷർ എക്സും സിയുടെ പ്രഷർ എക്സും ആയിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്തു? പി ടോട്ടൽ കണ്ടുപിടിച്ചു. പി ടോട്ടൽ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും പാർഷ്യൽ പ്രഷർ ആണ്. എയുടെ പാർഷ്യൽ പ്രഷർ എന്താണ്? Pi മൈനസ് എക്സ് ആണ്. ബിയുടെയും സിയുടെയും പാർഷ്യൽ പ്രഷർ എന്താണ്? എക്സ് ആണ്. മൈനസ് എക്സും പ്ലസ് എക്സും നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കിട്ടി പി ടോട്ടൽ ഈസ് ഈക്വൽ ടു Pi പ്ലസ് എക്സ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു പി ടോട്ടൽ മൈനസ് പി ഐ എന്ന് കണ്ടുപിടിച്ചു. ഇത് നിങ്ങൾ കാണുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് എക്സ് അല്ലെ? പി ഐ മൈനസ് എക്സ് ആണ് ഫൈനൽ പാർഷ്യൽ പ്രഷർ. സോ എക്സിന്റെ വാല്യൂ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈനൽ നിങ്ങൾക്ക് പി ഐ ഇസ് ഈക്വൽ ടു 2pi മൈനസ് പി ടോട്ടൽ എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ എഴുതാണ്. ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് K is equal to 2.303 by T log initial partial pressure divided by final partial pressure. Initial partial pressure എന്ന് പറയുന്നത് Pi ആണ്. Final partial pressure എന്ന് പറയുന്നത് Pi minus x ആണ്. Pi minus x നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു എഴുതി? 2pi minus p total. അപ്പോൾ നമ്മൾ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Pi divided by 2pi minus p total. ഇങ്ങനെയാണ് നമ്മൾ ഗ്യാസിയസ് മോളിക്യൂൾസിന്റെ കേസിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ക്ലിയർ?